മനോജ് തുടരുന്നുണ്ട്. മനോജ്, പി കെ രാഗേഷ് പരാജയപ്പെട്ടു എന്ന വിവരം ലഭിക്കുന്ന വിശദാംശങ്ങൾ എന്താണ്? അർജുൻ, കണ്ണൂർ കോർപ്പറേഷനിൽ 36 UDF വിജയിച്ചിട്ടുണ്ട്. 15 LDF, 4 NDA, 1 SDP. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ ഒരു നില. ഇപ്പോൾ മുണ്ടയാട് ഡിവിഷൻ ഉൾപ്പെടെയുള്ള ഡിവിഷനുകളിലെ വോട്ടാണ് ഇപ്പോൾ പുറത്തു വരാനുള്ളത്. മുണ്ടയാട് ശ്രീജ മഠത്തിൽ 25 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട് എന്നതാണ്. അവിടെ ഒരു ബൂത്ത് മാത്രമാണ് എണ്ണിക്കഴിഞ്ഞിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീജ മഠത്തിൽ ഇപ്പോൾ അതേ രീതിയിൽ തന്നെ 775 വോട്ടാണ് ശ്രീജ മഠത്തിൽ ലഭിച്ചിട്ടുള്ളത്. മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റാണ് മുണ്ടയാട് ഡിവിഷനിൽ മത്സരിക്കുന്ന ശ്രീജ മഠത്തിൽ. അവിടെ വലിയ മുന്നേറ്റമാണ് LDF നടത്തിയിട്ടുള്ളത്. പി ജിഷ ടീച്ചർ 711 വോട്ട് നേടി ഏതാണ്ട് 40ഓളം വോട്ടിന്റെ ലീഡാണ് ഇപ്പോൾ ശ്രീജ മഠത്തിലുള്ളത്. BJPക്ക് 488 വോട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ഫലം എന്നുള്ളത് ഈ മുണ്ടയാട് ഡിവിഷനിലേതാണ്. ശ്രീജ മഠത്തിൽ ഇപ്പോൾ നേരിയ വോട്ടിനെ ലീഡ് ചെയ്യുന്നുണ്ട്. ഒരു ബൂത്ത് കൂടി അവിടെ എണ്ണാനുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും അല്പസമയത്തിനകം ഇവിടുത്തെ വിധിയും പുറത്തേക്ക് വരും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതോടൊപ്പം തന്നെ 1 വോട്ടിനാണ് കുന്നാവിൽ LDF സ്ഥാനാർത്ഥി കെ സീത വിജയിച്ചിട്ടുള്ളത്. 722ഉം 721. അങ്ങനെ 1 വോട്ടിന്റെ ലീഡിൽ കുന്നാവ് ഡിവിഷൻ LDF വിജയിക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വലിയ ഒരു മുന്നേറ്റം UDFന് ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും വലിയ മികച്ച നേട്ടം കൈവരിച്ചത് NDA തന്നെയാണ്, BJP തന്നെയാണ്. 4 ഡിവിഷനുകളിൽ അവർ വിജയിച്ചു. അതോടൊപ്പം തന്നെ കരുത്തുകാട്ടി SDPയും കണ്ണൂർ കോർപ്പറേഷനിൽ അവർ കസാനക്കോട്ട ഡിവിഷനിൽ 2ാം സ്ഥാനത്തുണ്ട്. അറക്കൽ ഡിവിഷൻ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ വലിയ ഒരു മുന്നേറ്റം SDPയ്ക്കും ഈ കണ്ണൂർ കോർപ്പറേഷൻ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം കണ്ണൂർ കോർപ്പറേഷനിൽ ഉണ്ടാക്കാൻ UDFന് ഈ മുന്നേറ്റത്തിൽ, അതായത് NDAയുടെ BJP വലിയ രീതിയിൽ മുന്നോട്ട് വന്നാൽ അത് UDFന്റെ ഭരണസാധ്യതയെ ബാധിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് പ്രചരണം ഉണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും ബാധിക്കാതെ തന്നെ വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട. അതിൽ റിബൽ ഭീഷണിയുള്ള വാരം, അതോടൊപ്പം തന്നെ ആദികടറ, ഈ 2 ഡിവിഷൻ, പയ്യാമ്പലം, ഈ 3 ഡിവിഷനുകളിലും UDF തന്നെ വിജയിച്ചു. റബലുകൾ അപ്രസക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് വലിയ നേട്ടമായി UDFന് എടുത്തു കാട്ടാൻ കഴിയുന്നതുമാണ്. പാർട്ടിയാണ് വലുത്, റബൽ അല്ല എന്ന് തെളിയിക്കാൻ UDFന് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമായി നമുക്ക് വിലയിരുത്താൻ കഴിയും. അങ്ങനെ കണ്ണൂർ കോർപ്പറേഷൻ UDF വീണ്ടും ഭരിക്കും, അതും മികച്ച ഭൂരിപക്ഷത്തിൽ. കഴിഞ്ഞ തവണ 34 ഡിവിഷനുകളാണ് UDFന് ഉണ്ടായിരുന്നത്. അത് ഇത്തവണ 36, 38ലേക്കൊക്കെ പോയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അങ്ങനെ കണ്ണൂർ കോർപ്പറേഷൻ മികച്ച ഭൂരിപക്ഷത്തിൽ UDF വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു UDFന് കണ്ണൂർ കോർപ്പറേഷനിൽ. അർജുൻ, മനോജ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പി കെ രാഗേഷ് പരാജയപ്പെട്ടു. രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ് പി കെ രാഗേഷിന്. ആ ഡിവിഷനിൽ UDF തന്നെ വിജയിച്ചു. തീർച്ചയായും കണ്ണൂർ കോർപ്പറേഷനിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു പോരാട്ടം നടന്ന ഡിവിഷൻ പഞ്ഞിക്കയിൽ തന്നെയായിരുന്നു. പഞ്ഞിക്കയിൽ ഡിവിഷനിൽ വലിയ രീതിയിൽ ഉള്ള ഒരു പോരാട്ടം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. പി കെ രാഗേഷിനെ പരാജയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റത്തിലേക്ക് അവിടെ പോകാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. 1098 വോട്ടാണ് ഉമേശൻ കണിയാങ്കണ്ടി UDF സ്ഥാനാർത്ഥിക്ക്. പി കെ രാഗേഷിന് 909 വോട്ടാണ്. ടി മുകേഷ് 3ാം സ്ഥാനത്ത് 522 വോട്ടാണ് ലഭിച്ചത്. എന്തായാലും പി കെ രാഗേഷ് 909 വോട്ട് അവിടെ നേടിയിട്ടും UDF അവിടെ വിജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ ഡിവിഷന്റെ പൊതുവായ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് UDFന്റെ ഒരു ഉരുക്കുകോട്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് പഞ്ഞിക്കയിൽ കാണുന്നത്. അതോടൊപ്പം തന്നെ ഉമേഷ് കണിയാങ്കണ്ടി അവരുടെ മുൻ ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു, കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു ഉമേശൻ കണിയാങ്കണ്ടി. അങ്ങനെ ഉമേശൻ കണിയാങ്കണ്ടി പി കെ രാഗേഷിനെ നേരിട്ടപ്പോൾ അവിടെ UDF വിജയിച്ചു. അതൊരു മധുര പ്രതികാരം എന്നുള്ള രീതിയിൽ തന്നെ UDFന് അത് കാണാൻ കഴിയും. കാരണം പി കെ രാഗേഷ് എന്നുള്ളത്
വലിയ ഒരു തലവേദനയായി UDF മാറിയ ഒരു സാഹചര്യം കണ്ണൂർ കോർപ്പറേഷനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ണൂർ കോർപ്പറേഷന്റെ വഴി അടച്ചിരിക്കുന്നു. ഉമേശൻ കണിയാങ്കണ്ടി PK രാഗേഷിന്റെ കോർപ്പറേഷനിലേക്കുള്ള വഴി അടച്ചിരിക്കുകയാണ് ഉമേശൻ കണിയാങ്കണ്ടി. അങ്ങനെ കണ്ണൂർ കോർപ്പറേഷന്റെ ശ്രദ്ധേയമായ എല്ലാ പോരാട്ടങ്ങളിലും മുൻപന്തിയിൽ UDF എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിന് ഇടയിൽ 3 സിറ്റിംഗ് സീറ്റുകൾ നഷ്ടമായി എന്നുള്ളത് BJP കൊണ്ടുപോയി എന്നുള്ളതാണ് UDF ക്ഷീണിപ്പിക്കുന്ന ഒരു കാര്യം. പക്ഷേ ആ ക്ഷീണത്തിനിടയിലും പല LDF സീറ്റുകളും പിടിച്ചെടുത്ത് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ UDF കഴിഞ്ഞു. അങ്ങനെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി കഴിഞ്ഞ തവണത്തേതിലും മികച്ച വിജയത്തോടുകൂടി UDF കണ്ണൂർ കോർപ്പറേഷന്റെ ഭരണത്തിലേക്ക് വരികയാണ്.